മേഘം സൂര്യൻ്റെ അംശം തന്നെയാണ് കണ്ണ്. സൂര്യൻ തന്നെയാണ് കണ്ണിൻ്റെ അതിദേവത. സൂര്യനിലേക്ക് കണ്ണുണ്ടാവും, കണ്ണിൻ്റെ ആവശ്യമില്ല, കണ്ണിലേക്ക് സൂര്യനും ഇല്ല. ഈ സൂര്യൻ മഴമേഘങ്ങളെ സൃഷ്ടിക്കുന്ന സൂര്യനാണ്. സൃഷ്ടിച്ചിട്ട് അത് നമ്മുടെ മധ്യത്തിൽ വന്ന് നിൽക്കുകയാണ്, കണ്ണിൻ്റെയും സൂര്യൻ്റെയും മധ്യത്തിൽ ഈ മേഘങ്ങൾ. അപ്പോൾ സൂര്യനാൽ സൃഷ്ടിക്കപ്പെട്ട മേഘങ്ങൾ നമ്മുടെ കണ്ണിനെ മറയ്ക്കുന്നു. എന്ന പോലെ നമ്മൾ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ ശിവന്മാർ നമ്മൾ ഈ അഹങ്കാരം വന്നിട്ട് നടക്കി നിന്നുകൊണ്ട് ഭഗവാനെ കാണാനില്ല. പക്ഷേ ഈ മേഘത്തെ കാണുന്നത് സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണ്. അപ്പോൾ അപ്പുറത്ത് ജ്യോതിസുണ്ട്, പക്ഷെ ആ ജ്യോതിസ് നമ്മൾ കാണുന്നില്ല, ഈ അഹങ്കാരം മറച്ചതുകൊണ്ട്. അപ്പോൾ അഹങ്കാരം ശരിക്ക് ആ തത്വത്തെ ആ തത്വത്തെ നമ്മൾ നിരന്തരം മനനം ചെയ്തുകൊണ്ട് എപ്പോഴും ആ തത്വത്തെ അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അജ്ഞാനം നീങ്ങി കിട്ടും, അഹങ്കാരം നീങ്ങി കിട്ടും. അജ്ഞാനത്തിൽ നിന്നാണ് അഹങ്കാരമൊക്കെ ഉണ്ടാകുന്നത്.